അമേരിക്കയിൽ കലിയടങ്ങാതെ ശക്തമായി തുള്ളുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം. ഈ സാഹചര്യത്തിനിടയിൽ മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ ഒരു കൊടുങ്കാറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നതായുള്ള CNN റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. അതിനാൽ തന്നെ ജാഗ്രതയിലാണ് അമേരിക്ക ഇപ്പോൾ. ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് മിഡ് വെസ്റ്റ് ഗ്രേറ്റ് പ്ലെയിൻസ് മേഖലകളിൽ നിന്ന് കരയിലേക്ക് എത്തുമെന്നും അതുപോലെ മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ്. ശക്തമായ മഴയ്ക്ക് പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനും സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരിതബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും നൽകി. ഈ ശക്തമായ മഴയുടെ സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു. അതുകൊണ്ട് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്രയും തീവ്രമായ മഴയായിരിക്കും പെയ്യുക. വെള്ളപ്പൊക്കം വരുത്തി വെക്കാൻ പോകുന്ന വൻ ദുരന്തമായിരിക്കുമെന്നും ഒരു സമൂഹത്തെ മുഴുവനായി വിഴുങ്ങാൻ അതിന് കഴിഞ്ഞേക്കുമെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന മുന്നറിയിപ്പും. പക്ഷേ ഏത് സാഹചര്യത്തിലും വേണമെങ്കിൽ സംഭവിക്കാമെന്ന തരത്തിലാണ് വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള ഏജൻസിയുടെ മുന്നറിയിപ്പുകളെല്ലാം. പക്ഷെ വെള്ളപ്പൊക്കം കൊണ്ട് മാത്രം അമേരിക്കയെ വെറുതെ വിടാൻ പ്രകൃതി ഒരുക്കവുമല്ല. ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റ് വലിയ തോതിലുള്ള ഇടിമിന്നലിനും ചുഴലിക്കാറ്റിനും വഴിയൊരുക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ദീർഘനേരം നിലനിൽക്കാൻ സാധ്യതയുള്ള സൂപ്പർ സെൽ ചുഴലിക്കാറ്റുകളും വലിയ രീതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കൊടുങ്കാറ്റ് മിഡ് വെസ്റ്റിലേക്കും ഗ്രേറ്റ് പ്ലെയിൻസിലേക്കും നീങ്ങുകയാണെങ്കിൽ അമേരിക്കയിലെ താമസക്കാർ ഏറ്റവും മോശമായ അവസ്ഥയായിരിക്കും നേരിടുക. പല പ്രദേശങ്ങളും ഇതിനോടകം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ എടുത്ത് സുരക്ഷിതമായിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അഭയകേന്ദ്രങ്ങളും വാളണ്ടിയർമാരും സജ്ജരാണെന്ന് അമേരിക്കൻ റെഡ് ക്രോസ് നിലവിൽ അറിയിച്ചിട്ടുമുണ്ട്. ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ സേവനം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാണ്. കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യ അമേരിക്ക നേരിടാൻ പോകുന്നത് വിനാശകരമായ ഒരു കാലാവസ്ഥാ പ്രക്ഷോഭത്തെ തന്നെയായിരിക്കുമെന്നും ഇതിൽ നിന്നൊക്കെ പ്രധാനമായിട്ടും വ്യക്തമാകുന്ന കാര്യം. മഴയുടെയും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെയും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അമേരിക്ക സാധാരണയായി വലയ്ക്കുന്ന ടൊർണാഡോ ചുഴലിക്കാറ്റുകൾ സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഇത്തവണ അത് മാർച്ച് 3-ന് തന്നെ തീരം തൊട്ടു. മാത്രമല്ല 100-ലധികം കുടുംബങ്ങളെ ഇതിനോടകം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024-ൽ 54 പേരുടെ മരണത്തിനിടയ്ക്കായ ചുഴലിക്കാറ്റ് ഇത്തവണ അതിലും ഭയാനകമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വർഷാവർഷം അമേരിക്കയിൽ പതിവായൊരു സംഭവമാണ്. ചുഴലിക്കാറ്റുകൾ മുതൽ കാട്ടുതീ വരെ, വെള്ളപ്പൊക്കം മുതൽ വരൾച്ച വരെ രാജ്യം നിരന്തരം പ്രകൃതിയുടെ കോപത്തെ കൂടുതലും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തങ്ങളെല്ലാം എന്നതിലും ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ചുഴലിക്കാറ്റുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചുഴലിക്കാറ്റുകൾ ആവർത്തിച്ചുള്ള ഒരു പേടി സ്വപ്നമാണ് യഥാർത്ഥത്തിൽ. 2024-ലെ ചുഴലിക്കാറ്റ് സീസൺ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സജീവമായ ഒന്നുകൂടിയാണ്. നിരവധി ശക്തമായ കൊടുങ്കാറ്റുകൾ കരയിലേക്ക് പതിക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 2025-ലെ ചുഴലിക്കാറ്റ് സീസണിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വർഷവും വ്യത്യസ്തമായിരിക്കില്ല എന്നാണ്. ഇതുവരെയുള്ള സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ വരാനിരിക്കുന്നത് കൂടുതലും വലിയ വിപത്തുകളാണ്. അമേരിക്ക എന്ന രാജ്യം പൊതുവെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ അനുഭവപ്പെടുമെന്നും കാട്ടുതീ, ജലക്ഷാമം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നും ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം ലഘൂകരിക്കാൻ ദുരന്തം തയ്യാറെടുപ്പിലും പ്രതിരോധ ശേഷിയിലും അമേരിക്കൻ സർക്കാർ കൂടുതലും നിക്ഷേപം നടത്തേണ്ടത് വളരെയധികം ആവശ്യവുമാണ്. ഇതിൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, അടിയന്തര പ്രതികരണ ആസൂത്രണം, അടിസ്ഥാന സൗകര്യ പ്രതിരോധ ശേഷി എന്നിവയെല്ലാം ഉൾപ്പെടുന്നുമുണ്ട്. മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പിന്തുണ വളരെയധികം ആവശ്യവുമാണ്. ഇതിൽ അടിയന്തര സഹായം നൽകൽ, പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കൽ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയൊക്കെ അടങ്ങുന്നുമുണ്ട്.